ഹായ്, ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില്ലി ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കി ഇഡ്ഡലി ബാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ എത്ര ഇഡ്ഡലിയാണ് എടുക്കുന്നത് ആ ഇഡ്ഡലി എല്ലാം തന്നെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഞാനിവിടെ 4 ഇഡ്ഡലിയാണ് എടുത്തിരിക്കുന്നത്. മുറിച്ചെടുത്ത ഇഡ്ഡലി എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ഡലി കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഞാൻ വെജിറ്റബിൾ ഓയിൽ തന്നെ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്, അതിലേക്ക് ഒരു സവാള മീഡിയം സൈസിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. സോയാ സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്നര ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചില്ലി സോസ് വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും കൂടി ചേർക്കാം കേട്ടോ. ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ചില്ലി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.